നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ആ കൂടെ നേരെ ചെന്ന് വീണത് വാതിക്കൽ നിന്നവരുടെ കാൽച്ചുവട്ടിലാണ്. അവിടെ കുഞ്ഞിനെയും പിടിച്ചു നിൽക്കുന്നവളെ കണ്ടതും ബോയിയുടെ കണ്ണുകൾ വിടർന്നു. ആ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന ദേഷ്യം മാറി കണ്ണുകളിൽ സന്തോഷം നിറയുന്നവൻ കണ്ടു. അവരുടെ നോട്ടം പോകുന്നിടത്തേക്ക് മേഘന്റെ കണ്ണുകൾ ചലിച്ചതും അവൻ കാണുന്നത് വാതിൽക്കൽ കുഞ്ഞുമായി വന്നിരിക്കുന്ന നീലിയെയാണ്. ഈ വേതാളെന്താ ഇവിടെ? വിക്രമാദിത്യനെ കാണുന്നില്ലല്ലോ. മേഘൻ അവിടെ ചുറ്റിനൊന്ന് കണ്ണോടിച്ചുകൊണ്ട് ചിന്തിച്ചു. എന്താ അവിടെ തന്നെ നിന്നളിഞ്ഞ് അകത്തേക്ക് വാ. ബോയി പറഞ്ഞതും അവിടെ മടിച്ചെന്നവൾ കുഞ്ഞുമായി അകത്തേക്ക് കയറി. ബോയി അവൾക്കടുത്തേക്ക് ചെന്ന് കുഞ്ഞിനെ വേഗം അവളുടെ കയ്യിൽ നിന്നും വാങ്ങി. അപ്പച്ചിയുടെ കുഞ്ഞാ. അവൾ കുഞ്ഞിനെ കയ്യിലേക്ക് എടുത്തുകൊണ്ട് വിളിച്ചു. കുഞ്ഞവളെ കണ്ണുവിടത്തി നോക്കിക്കൊണ്ട് അവളുടെ കയ്യിൽ യാതൊരു എതിർപ്പുകളും കൂടാതെ ഇരുന്നു. അവൾ കുഞ്ഞിനോട് ഓരോന്ന് ചോദിക്കുന്നതും പറയുന്നതും ആ കുഞ്ഞുമുഖം നിറയെ ഉമ്മകൾ പൊതിയുന്നതുമെല്ലാം അവർ രണ്ടുപേരും ചുണ്ടിലൊരു ചിരിയോടെ നോക്കി നിന്നു. ഞാൻ ഇന്നോട് വിചാരിച്ചേ ഉള്ളൂ ഇവളെന്ന് കാണണമെന്ന്. അവൾ തന്റെ കഴുത്തിലെ മാലിൽ പിടിച്ചളിക്കുന്ന കുഞ്ഞിന്റെ കൈവിരലുകൾ പിടിച്ചെടുത്ത് മുത്തിക്കൊണ്ട് അത്യധികം സന്തോഷത്തോടെ നീലിയെ നോക്കി പറഞ്ഞു. നീലി അതിനൊന്ന് ചിരിച്ചു. എനിക്ക് ചിലത് പറയാനുണ്ടായിരുന്നു. നീലി അവളെ നോക്കിയൊരു മുഖവരിയോടെ പറഞ്ഞതും കുഞ്ഞിനെ കളിപ്പിച്ചെന്നവൾ അവളെ മുഖം ചുളിച്ച് നോക്കി. എന്താ നീലി? അത് മറ്റന്നാന്റെ വേളിയാ. അവൾ പറഞ്ഞു. ഭൂവി അവളെ വിശ്വാസം വരാൻ നോക്കി. എന്താ? അത് ശരി, ഇത്ര പെട്ടെന്ന് ആ ദേവേന്ദ്ര ഇവളുടെ കാര്യത്തിൽ തീരുമാനമാക്കിയോ? മേഘനുള്ളിൽ ചോദിച്ചുകൊണ്ട് അവളെ നോക്കി. എന്റെ വേളി കഴിഞ്ഞ് പോയാ കുഞ്ഞിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുന്ന വലിയ മുത്തശ്ശൻ പറഞ്ഞ്. അവൾ തനിക്ക് മുമ്പിൽ നിൽക്കുന്നവൾ നോക്കി പറഞ്ഞു. എന്ത് തീരുമാനം? ഭൂവി അവൾ നോക്കി ചോദിച്ചു. അത് തമ്പുരാൻ കുഞ്ഞായിട്ടുള്ള ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിന്റെ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും തുല്യ അവകാശമാവുമല്ലോ. അതിനാര് കിട്ടുന്ന ആ ദേവേന്ദ്രനെ? അയ്യടാ, ആ 3 മണി ആള് കൊള്ളാലോ. ഇവളെ കൊല്ലാൻ ആളിറക്കിയാൻ പോരായിട്ട് ഇപ്പൊ പുതിയ നാടകമായിട്ട് ഇറങ്ങിയിരിക്ക കള്ളക്കിളവൻ. മേഘൻ അവൾ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ? ആൾ വിശ്വാസം വരാൻ ചോദിച്ചു. എടി ഇന്ദ്രാണി, ദേ ഈ നിൽക്കുന്നവിടെ തലക്ക് വില പറഞ്ഞു വെച്ചിരിക്കുക ആ കാലൻ കാർന്നൂര്. അവൻ ഭൂവിയെ ചൂണ്ടി പറഞ്ഞു. നീലി വിശ്വാസം വരാതെ അവളെ നോക്കി. ഭൂവി അതിനൊന്ന് പുഞ്ചരിച്ചു. ചതിക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി അവർ തന്നെ മനോഹരമായി ചതിച്ചിരിക്കുന്നു. അവൾക്ക് നെഞ്ചു നേറി. അപ്പൊ വലിയ മുത്തശ്ശനോട് പറഞ്ഞോക്കെ? അവളൊരു നടുക്കത്തോടെ ചോദിച്ചു. അങ്ങേര് നിന്നോട് എന്താ പറഞ്ഞ്? മേഘൻ ചോദിച്ചു. അവൾ വള്ളി പുള്ളി തെറ്റാതെ എല്ലാവരോടും പറഞ്ഞു. ആഹാ, എന്നിട്ട് ഇതൊക്കെ ആ ദേവേന്ദ്രൻ അറിഞ്ഞോ? അവനെല്ലാം കേട്ട ശേഷം ഉച്ചത്തോടെ അവൾ നോക്കി ചോദിച്ചു. അവൾ നിറകണ്ണുകളോടെ ഇല്ല എന്ന പോലെ തലയാട്ടി. ആ, നന്നായി. എടി മോളെ, അവിടെയുള്ള ചെറ്റകൾ അവനോട് ചെയ്യുന്ന പോട്ടെ നോക്കാം. പക്ഷെ നീ ചെയ്ത തെണ്ടിത്തരായി പോയി. ഒന്നുമില്ലെങ്കിൽ ഇത്രയും കാലം നിന്നെ ആ കഴുകം കൂട്ടിയിട്ട് തീറ്റിപ്പോറ്റിയല്ലേ അവൻ. അതിന്റെ ഒരു നന്ദി നിനക്ക് അവനോട് കാണിക്കായിരുന്നു. ഇതിപ്പോ എല്ലാവരെയും പോലെ നീ അവനെ കോമാളിയാക്കാൻ കൂട്ടുനിന്നു. മേഘന്റെ വാക്കുകൾ ഓരോന്നും അവളുടെ നെഞ്ചിൽ തന്നെ പ്രഹരമേൽപ്പിച്ച് കടന്നുപോയി. അവൾ സങ്കടം സഹിക്കവയ്യാതെ വാ പൊത്തി പിടിച്ച് വിങ്ങിക്കരഞ്ഞുപോയി. തങ്ങൾക്ക് മുമ്പിൽ നിന്ന് വിങ്ങിക്കരയുന്നവളെ കണ്ടതും ഭൂവി അവളുടെ തോളിൽ അരിവോടെ കൈവച്ചു. അവൾ കരങ്ങിയ മിഴികളോടെ നിസ്സംഗമായി അവളെ നോക്കി. അവളുടെ ആ എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെയുള്ള നോട്ടം കാണും തോറും ഭൂവിക്ക് എന്തിനോ നെഞ്ചു പുകഞ്ഞു. ഞാൻ പോട്ടെ, എനിക്ക് അധികം സമയം അവിടെ നിൽക്കാനും അതില്ല. അവൾ ഒഴുകിയിറങ്ങുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് ഭൂവിയെ നോക്കി പറഞ്ഞു. അവളുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ടതും ഭൂവി ഒന്ന് പകക്കാതിരുന്നില്ല. അവൾ കുഞ്ഞിനായി കൈ നീട്ടിയതും ഭൂവി കുഞ്ഞിനെ ഒന്ന് മുത്തിക്കൊണ്ട് അവളുടെ കയ്യിലേക്ക് വെച്ച് നീട്ടി. അവൾ കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് കണ്ണുകളിൽ വേദന മറച്ച് അവൾ നോക്കിയൊന്ന് ചിരിച്ചു. ആ ചിരിയെ തോൽപ്പിക്കാനെന്നോണം ഒരു കണ്ണുനീർത്തുള്ളി ആ കരിമിഴികളിൽ നിന്ന് നടന്നു വീണു. പോട്ടെ, അവൾ അവരെ നോക്കി പറഞ്ഞുകൊണ്ട് അവളൊന്നും തിരികെ നടന്നു. ചങ്കിലുറഞ്ഞുകൂടിയ ഭാരം കണ്ണുകളിലൂടെ ഒലിച്ചു തുടങ്ങിയൊന്നും അവൾ അറിയുന്നതേയില്ല. ആ അമ്പലമുറ്റത്തൂടെ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് നടന്നു പോകുന്നവൾ തന്നെയായിരുന്നു പലരുടെയും കണ്ണുകൾ. എനിക്കെന്തോ ആ കുട്ടിയുടെ പോക്കണ്ടിട്ട് അത്ര പന്തിയായി തോന്നുന്നില്ല. കുഞ്ഞിനെയും കൊണ്ട് നടന്നകലുന്നവളിൽ നിന്ന് മിഴികൾ പറിച്ചു മാറ്റാതെ ഭൂവി അടുത്ത് നിൽക്കുന്നവനോട് പറഞ്ഞു. ആ ദേവേന്ദ്രന്റെ ആണിയാടി ആ പോകുന്നത് നീ കേട്ടിട്ടില്ലേ? ഇന്ദ്രാണി. അവളുടെ കാര്യം അവൻ നോക്കിക്കോളും. അവനത് പറഞ്ഞു. ഭൂവി അവനെ കണ്ണുകളെടുത്തി നോക്കി. ശേഷം ആ മിഴികൾ അകലങ്ങളിലേക്ക് നടന്നകലുന്നവളിൽ പതിപ്പിച്ചു വെച്ചു. തിരികെ വീട്ടിലേക്കുള്ള വഴി നടക്കുന്നതിനിടയിൽ പലവട്ടം അവളുടെ കാലുകൾ ഇടറി. ഉള്ളിലെ ചിന്താഭാരം അവള് വീർപ്പ് മുട്ടിക്കുന്നതിനനുസരിച്ച് അവളുടെ കാഴ്ചയിൽ മങ്ങലേൽപ്പിച്ചുകൊണ്ട് കണ്ണുകളിൽ നിന്ന് നീർമണികൾ ഒന്നൊന്നായി ഒലിച്ചിറങ്ങി. വീട്ടിലേക്കുള്ള പാത ഒറ്റപ്പെട്ടതും നീളമുള്ളതുമായ ഒരു സദൃശ്യമായി മാറിയിരുന്ന അവൾക്ക്. ഓരോ ചൂടവൾ മുന്നോട്ട് നീങ്ങുമ്പോഴും അവളുടെ ഓർമ്മകൾ പുറകിലേക്ക് ഓടി മറഞ്ഞുകൊണ്ടിരുന്നു. കാലുകൾ ഇടറുന്ന അവൾ അറിയുന്നേയില്ല. ഓരോ തവണയായി ആ കാലുകൾ ഇടറുമ്പോഴും അതിനു പുറകിൽ അവൾക്കുള്ളിലെ തളർച്ചയുടെ കഥയുണ്ടായിരുന്നു. തനിക്കുള്ളിലേക്ക് കവിഞ്ഞു വരുന്ന ചിന്തകളെ താങ്ങാൻ അവളാൽ കഴിയാതെ പോയി. ചുറ്റും കവിഞ്ഞു വന്ന മൗനത്തിൽ അവള് മാത്രം അവശേഷിച്ച് ലോകം വഴിമാറിയതുപോലെ തോന്നി.
വീർപ്പെടുക്കുന്ന പ്രതിഭയേറിയ നിമിഷങ്ങൾക്കിടയിൽ അവളുടെ കാഴ്ച മങ്ങിത്തുടങ്ങി. കണ്ണുകൾ നനയുമ്പോൾ അവൾ നോക്കുന്ന ആകാശവും ഭൂമിയും ഒരേപോലെ അനാഥമായി മാറിയെന്ന് അവൾക്ക് തോന്നി. വീട്ടിലേക്കുള്ള വഴിക്ക് നീളമേറിയതുപോലെ. താൻ താണ്ടിയ ജീവിത വഴികളിൽ എവിടെയും ആരിൽ നിന്നും ചതി നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇവിടെ രണ്ടുവട്ടം താൻ മനോഹരമായി ചതിക്കപ്പെട്ടു. ഒന്ന് നോക്കിയാൽ ഈ ചതി താൻ അർഹിക്കുന്നതുമാണ്. ഒരിക്കലും ആ മനുഷ്യനെ കോമാളിയാക്കാൻ താൻ കൂടെ അവർക്കൊപ്പം കൂട്ടു നിൽക്കരുതായിരുന്നു. ഇവിടെ വന്ന നാൾ മുതൽ തണലായി കൂടെ നിന്നവനാണ്. ഇന്ന് ഈ നിമിഷം വരെ ആ കൈകൾ പൊതിഞ്ഞ് പിടിച്ചിട്ടേയുള്ളൂ, ചേർത്ത് നിർത്തിയിട്ടേയുള്ളൂ. എന്നിട്ട് താൻ എന്താണ് ആ മനുഷ്യനോട് ചെയ്ത്? ഓരോന്ന് ചിന്തിക്കും തോറും അവൾ ഒഴുകിയിറങ്ങുന്ന കണ്ണുകൾ പുറം കൈവച്ച് തുടച്ചു നീക്കിക്കൊണ്ടൊന്ന് ഏങ്ങി. വഴിയിലൂടെ നടന്നു പോകുന്നവർ പലരും അവളെ തുറിച്ചു നോക്കുന്നത് അടക്കം പറയുന്നതൊന്നും അവൾ അറിയുന്നില്ല. ആ മനസ്സ് വേവുകയാണ്. പുറത്തേക്ക് ശാന്തമായി തോന്നാമെങ്കിലും ഉള്ളിലായി ഒലിക്കുന്ന ചിന്തകളെല്ലാം ഒരു തീയിൽ ചേർത്ത് വേവിച്ചെടുക്കുന്ന പോലെ ആയിരുന്നു. ഓർമ്മകളുടെയും ആകാംക്ഷകളുടെയും ചൂട് ആ മനസ്സിൽ വല്ലാതെ നോവ് പടർത്തിക്കൊണ്ട് പടർന്നു കയറുന്നു അവൾ അറിഞ്ഞു. ഉത്തരമില്ലാത്തൊരു ചോദ്യമായി ഇനി എന്ത് എന്നതിൽ മനസ്സ് അടിപതറി വീണിടക്കുമ്പോൾ താൻ എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നതായിരുന്നു അവളുടെ തിരിച്ചറിവ്. തനിക്ക് മുന്നിൽ ഉയർന്നിൽക്കുന്ന നാൽപ്പാട്ട് കോവിലത്തിന്റെ വലിയ പടിപ്പുരവാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയതും അവളുടെ കണ്ണുകൾ ആ മുറ്റത്ത് നിരന്നിടക്കുന്ന വാഹനങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും അവന് വണ്ടി ഉണ്ടോ എന്നാണ് ആദ്യം തിരഞ്ഞത്. ആ കൂട്ടത്തിൽ അവനൊരുവന്റെ വണ്ടി മാത്രമില്ലെന്ന് കണ്ടതും മനസ്സിൽ നിരാശ പടരുന്ന അവൾ അറിഞ്ഞു. ഒന്ന് കാണാൻ മനസ്സ് വല്ലാതെ കൊതിക്കുന്നു. ആ സാമീപ്യം പകരുന്ന ആശ്വാസത്തിലേക്ക് മാത്രം ചുരുങ്ങാൻ മനസ്സ് വെമ്പൽ കൊള്ളുന്നു. രണ്ടു വഴക്കേട്ടാലും സാരമില്ല, എല്ലാവരോടും പറയാൻ തന്നെ അവൾ തീരുമാനിച്ചു. ആ നീ വന്നോ? ദേ നോക്ക്, ഇതൊക്കെ നിനക്ക് മറ്റന്നാൾ ഇടാനുടുക്കാനുള്ളതൊക്കെയാ. എല്ലാം എടുത്തുകൊണ്ട് എവിടെയാന്ന് വെച്ചാ വെച്ചേക്ക്. കുഞ്ഞുമായി അകത്തേക്ക് വന്നവളെ കാണെ അവിടെ അകത്തളത്തിൽ നന്ദികി ഒരുമിച്ചിരുന്നിരുന്ന സൗദാമിനിയും അവളെ നോക്കി പറഞ്ഞു. അവൾ അവർ വെച്ച് നീട്ടിയ സാധനങ്ങളെ അവരെയും മാറി മാറി നോക്കി. ശേഷം ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് നടന്നു നീങ്ങാൻ ഒരുങ്ങിയതും. ഡീ, അമ്മ പറഞ്ഞ് നീ കേട്ടില്ലാന്നുണ്ടോ? ഇതെല്ലാം നിനക്ക് ഇടാനുള്ള എല്ലാം എവിടെയെന്ന് വെച്ച് കൊണ്ടുപോയി വെക്കാൻ നോക്കിടി. പിന്തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയവളെ തടഞ്ഞുകൊണ്ട് നന്ദികി പറഞ്ഞതും അവൾ അവരെ നോക്കി ഒന്ന് വേദനയാൽ ചുണ്ടുകൂട്ടി. എനിക്ക് ആരുടെയും ഒന്നും വേണ്ട. അവൾ അവരെ നോക്കി അത് നിഷേധിച്ചുകൊണ്ട് പറഞ്ഞതും. പിന്നെ കാളിയായി വന്നിരിക്കാനാണ് നിന്റെ ഉദ്ദേശം? അവരവളെ നോക്കി പുച്ഛത്തോടെ ചുണ്ടുകൂട്ടിക്കൊണ്ട് ചോദിച്ചു. ഞാൻ എവിടേക്കും വന്നിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവൾ അവരെ നോക്കാൻ മറുപടി നൽകി. എന്താ എന്താ നീ പറഞ്ഞ്? അവരവളെ കൈമുട്ടിൽ പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു നിർത്തി. അവൾ കയ്യിൽ ഇതെല്ലാം കണ്ട് കണ്ണുമിഴിച്ചിരിക്കുന്ന കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അവർ പിടിച്ചു വലിച്ച കൈകൾ കുടഞ്ഞുകൊണ്ട് അവർക്ക് നേരെ തിരിഞ്ഞു. ഞാൻ പറഞ്ഞ ശരിയമ്മ കേട്ടില്ലാന്നുണ്ടോ? ഞാൻ ഇവിടുന്ന് എവിടേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല. എല്ലാവരും കൂടി എന്നെ ചതിക്കായിരുന്നില്ലേ? എന്നോട് ഇങ്ങനെ ചതിക്കാനും മാത്രം നിങ്ങളോട് ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? അവൾ നിറഞ്ഞു വരുന്ന കണ്ണുകളെ വാശിയോടെ തുടച്ചുകൊണ്ട് അവരെ നോക്കി ചോദിച്ചു. പറയുന്നത് എന്ത് ഇക്കാലത്രയും തൊണ്ട തൊടാതെ വിഴുങ്ങിട്ടേ ഉള്ളൂ. അവൾ ഇടറിയ സ്വരത്തിൽ അവരോട് ചോദിച്ചു. ഞാൻ നിങ്ങളൊരു അടിമയെ പോലെ കണ്ടിട്ടും നിങ്ങൾ പറയുന്ന അത്ര അക്ഷരം പ്രതി കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ഇക്കാലത്ത് ഇവിടെ ഈ വീട്ടിൽ ജീവിച്ചിട്ട് ഇവിടുത്തെ ഒന്നിനോട് എനിക്ക് യാതൊരുവിധ ഭ്രമവും തോന്നിയിട്ടില്ല. ഒന്നും എന്റെ സ്വന്തമല്ല എന്നുള്ള ബോധത്തിൽ തന്നെയാ ഞാൻ ഇത്രയും നാൾ ഇവിടെ ജീവിച്ച്. എന്നിട്ടും ചെയ്യാത്ത ഓരോന്നിന്റെ പേരിലും നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ, വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. അവളൊന്ന് ഏങ്ങിക്കൊണ്ട് പറഞ്ഞു നിർത്തി. ഇപ്പൊ ഈ കല്യാണാലോചന പോലും ഉണ്ടാവാൻ കാരണം നാൽപ്പാട് കൊച്ചമ്പ്രാനോട് എന്തെങ്കിലും താല്പര്യം തോന്നിയേക്കുന്ന പേടിയിൽ നിന്നുണ്ടായതല്ലേ? അവളുടെ തൊണ്ടയിടറിയുള്ള ഓരോ വാക്കിലും നോവ് കിനിഞ്ഞു. എത്ര വട്ടം മാറി മാറി പറഞ്ഞു ഞാൻ നിങ്ങളോട് ഇവിടുത്തെ ഒരു തമ്പുരാൻ കുഞ്ഞ് എനിക്ക് വേണ്ടാന്ന്. ഇഷ്ടമില്ലാണ്ട് കൂടി ഇവിടെ ഈ വീട്ടിൽ അഭയാർത്ഥിയായിട്ട് ഞാൻ കഴിയുന്നെങ്കിൽ അതിനൊറ്റ കാരണേ ഉള്ളൂ. അതെന്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞ. അതിന് നിങ്ങളെല്ലാം കൂടി കൊത്തിപ്പറിക്കാതിരിക്കാനാ എനിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായിട്ട് കൂടി ഇവിടെ ഈ കാരാഗ്രഹത്തിൽ വന്ന് ഞാൻ കിടക്കുന്നത്. എന്നെ ഇവിടെ കൊണ്ടുവന്ന തമ്പുരാൻ കുഞ്ഞ. ഒരു നിമിഷം ഞാനത് മറന്നു. ഞാനൊരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു. അതെന്റെ തെറ്റ്. അവൾ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു. ആ തെറ്റെനിക്ക് തിരുത്തണം. അതുകൊണ്ട് ഞാനിപ്പോ പറയാ, ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അവൾ പറഞ്ഞു നിർത്തിയതും അവളുടെ കവിൾ പുകഞ്ഞത് ഒരുപോലെയാണ്. പെട്ടെന്നുള്ള അടിയായതുകൊണ്ട് തന്നെ അവളൊന്ന് വേച്ചുപോയി. കുഞ്ഞിന്റെ തൊണ്ടകാരിയുള്ള കരച്ചിൽ അവിടെ ആകെ ഉയർന്നു കേട്ടു. കലങ്ങിയ മിഴികൾ ഉയർത്തി അവൾ നേരെ നോക്കിയതും കാണുന്നത് തന്നെ എരിച്ചു കളയാൻ പാകത്തിന് കണ്ണിൽ അഗ്നി നിറച്ചു നിൽക്കുന്ന ശിവശങ്കരൻ തമ്പിയെയാണ്. അയാളുടെ ആ രൂപത്തിലും ഭാവത്തിലും അവൾ അറിയാതെ ഉമിനീരിറക്കിപ്പോയി. അധിക പ്രസംഗം പറയുന്നോ? അയാൾ പറഞ്ഞുകൊണ്ട് അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു. അവളുടെ കയ്യിലൊരു കുഞ്ഞുണ്ടെന്ന് കൂടി ഓർക്കാതെ അയാൾ അവളെ പുറകിലേക്ക് തള്ളി. കാലുകൾ ഉറക്കാതെ അവൾ നിലംപതിക്കുമ്പോഴും കുഞ്ഞിനെ ആ മാറോടടക്കി പൊതിഞ്ഞു പിടിച്ചിരുന്നവൾ. ആ കുരുന്നിന്റെ വാവിട്ടുള്ള കരച്ചിൽ കുറച്ചുകൂടി ഉച്ചത്തിലായി. അയാളുടെ ആ കീചകഭാവത്തിൽ അവളും കുഞ്ഞും നന്നായി തന്നെ ഭയന്നു. നിന്നെയൊക്കെ ഇത്ര നാൾ ഇവിടെ നിർത്തിയത് തന്നെ മഹാഭാഗ്യം എന്ന് കരുതി ജീവിക്കാതെ ഇവിടത്തെ ഉപ്പും ചോറും തിന്ന് ഞങ്ങൾക്ക് നേരെ തന്നെ കൊരക്കുന്നോ നീ? അയാൾ കയ്യിൽ ഊന്നുവടിയോണ്ട് താഴെ കുഞ്ഞിനെയും പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നവരുടെ കാലിൽ ശക്തമായി അടിച്ചതും ആൾ കുഞ്ഞുമായി ഒന്നുകൂടി ചുരുണ്ടുകൂടി. ഒരടി പോലെ ആ കുഞ്ഞുമേനിയെ തേടിയെത്താത്ത വിധം ആ കുഞ്ഞു ശരീരം അവൾ അവിടെ മാറിൻ ചൂടിൽ ഒളിപ്പിച്ചു. നിന്നെ കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതം മൂളിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ ഇത് നടത്താനും എനിക്കറിയാം.
അയാൾ തനിക്ക് മുമ്പിൽ തറയിൽ കൂനിക്കൂടിയിരിക്കുന്നവളെ നോക്കി അലറി. പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ ആ വന്നവൻ നിന്റെ കഴുത്തിൽ താലിയിട്ടും കെട്ടിക്കും ഞാൻ. ഇത് നാൽപ്പാട്ട് ശിവശങ്കരൻ തമ്പിയുടെ വാക്കാ. അയാൾ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് തന്റെ ഭാര്യയെ വിളിച്ചു. സൗദാമിനി. അവർ വേഗം അയാൾക്കരികിലേക്ക് വന്നു നിന്നു. ഇന്ന് ഈ നിമിഷം തൊട്ട് ഈ കല്യാണം നടക്കുന്നിടം വരെ ഈ ഇരിക്കുന്നവൾക്കൊരു തുള്ളി വെള്ളം നീ കൊടുത്തു പോയരുത്. അയാൾ താഴെ ഇരിക്കുന്നവളെ ചൂണ്ടി അവരോട് കൽപ്പിച്ചു. സമയാസമയം തിന്നാനും കുടിക്കാനും കിട്ടിയതിന്റെ അഹങ്കാര ഇവളീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനി വേണ്ട. അയാൾ കൽപ്പിച്ചു. എന്തെങ്കിലും ബുദ്ധിമോശം കാണിക്കാനാണ് നിന്റെ തീരുമാനെങ്കിൽ ഇപ്പൊ നീ കയ്യിൽ പൊഞ്ഞു പിടിച്ച ഒന്നില്ലേ, അതായിരിക്കും നീ ചെയ്യുന്ന ഓരോന്നിനും അനുഭവിക്കാൻ പോകുന്നത്. ഇത് നീ ഓർമ്മയിൽ വെച്ചോ. അയാൾ അവൾക്ക് താക്കി നൽകിക്കൊണ്ട് അവിടുന്ന് നടന്നു നീങ്ങി. എന്തായിരുന്നു അവളുടെ അഹങ്കാരം? ഇപ്പൊ എന്തായിടി, നിന്റെ നാവറങ്ങിപ്പോയോ? ആരവളെ തലമുടിയിൽ പിടിച്ച് കുനിഞ്ഞിരുന്ന് ആ തല ഉയർത്തിക്കൊണ്ട് അവളോട് തിരക്കി. അവൾ വേദനയാൽ കരഞ്ഞുകൊണ്ട് അവരുടെ കൈകളിൽ നിന്ന് ആ മുടികളെ വേർപ്പെടുത്താൻ ശ്രമിച്ചു. മര്യാദക്ക് ഞങ്ങൾ പറയുന്ന കേട്ടാ നിനക്ക് കൊള്ളാം, ഇല്ലാച്ച ഇവിടെ ഈ നാലുകെട്ടിന് കിടന്ന് തീരും, നീയും നിന്റെ കയ്യിലുള്ളതും. നന്ദി കരഞ്ഞു തളർന്നവളെയും അവളുടെ കയ്യിൽ കിടന്ന് വാക്കീറി കരയുന്ന കുഞ്ഞിനെയും നോക്കി അവജ്ഞതയോടെ പറഞ്ഞുകൊണ്ട് ആൾക്ക് മുന്നിലേക്ക് സൗദാമിനിയുടെ കയ്യിൽ പിടിച്ചിരുന്ന സാധനങ്ങൾ വലിച്ചെറിഞ്ഞു. ഇതെല്ലായിട്ട് അന്ത്യനിദ്രയിലേക്ക് വഴങ്ങിക്കിടക്കുന്ന അലങ്കൃത ദേഹം പോലെ അണിഞ്ഞൊരുങ്ങി നിനക്കായി തീർത്ത ചിതയിലേക്ക് നീ എടുത്തിയാടുന്ന കാണാനാ ഞാൻ കാത്തിരിക്കുന്നത്. അവളുടെ മുടിയിൽ തെരുത്ത് പിടിച്ച് അവളെ തന്നിലേക്ക് അടുപ്പിച്ച് അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അവർ പറഞ്ഞതും എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ നീലി അവരുടെ ആ കനലെരിയുന്ന മിഴികളിലേക്ക് നോക്കി. നീ ചോദിച്ചില്ലേ എനിക്ക് നിന്നോടെന്തിനാ ഇത്ര ദേഷ്യന്ന്? ഇതൊരിക്കലും നിന്നോടുള്ള ദേഷ്യമല്ല നീലി, മറിച്ച് നിന്നിലൂടെ അവൻ ആ ഇന്ദ്രൻ വേദനിക്കണം. നീ എരിഞ്ഞു തീരുന്നത് കൺമുമ്പിൽ കാണുന്ന ഓരോ നിമിഷവും അവന് തന്നെ ഇല്ലാതാക്കാൻ തോന്നണം. ആ നിമിഷത്തിനു വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. അവരുടെ കണ്ണിൽ കത്തിയാമരുന്ന ഇന്ദ്രനുള്ള വെറുപ്പ് അവളുടെ കണ്ണുമിഴിപ്പിച്ചു. സ്വന്തം കുടുംബത്തിനകത്ത് തന്നെ അവനുള്ള വാരിക്കുഴിയൊരുക്കിയ ആളുകൾ കാത്തിരിക്കാമെന്നുള്ള തിരിച്ചറിവ് അവളിലെ ഭീതിയേറ്റി. ഒരു നോക്ക് അവനെ കാണാനുള്ള ആഗ്രഹം മനസ്സിൽ കൊടുമ്പിരി കൊണ്ടു. ഇനി എന്ത് നോക്കി നിൽക്കാടി നീ? ഇതൊക്കെ പെറുക്കിയെടുത്ത് വേഗം വിട്ടോ, അതാ നിനക്ക് നല്ലത്. സൗദാമിനിയുടെ ശബ്ദമാണ് അവൾ ഉണർത്തിയത്. കരയുന്ന കുഞ്ഞിനെ ഒതുക്കി പിടിച്ച് കയ്യിൽ കിട്ടിയതും വാരിയെടുത്ത് അവൾ തനിക്കായി അനുവദിച്ച് നൽകിയ റൂമിലേക്ക് നടന്നു. ഓരോ അടി മുന്നോട്ട് നീങ്ങുമ്പോഴും അവളുടെ ഉള്ള അവന്റെ മടങ്ങിയറിവിനെ കാത്ത് തുടിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ആ ഊന്നുവടി കാര്യമായിട്ടെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ അല്ലേടാ മേഘ? രാത്രി ഏർമാർത്തി എല്ലാവർക്കും ഒപ്പം ഇരിക്കുമ്പോൾ അവരുടെ ഇന്നത്തെ ചർച്ച ഇന്ന് കലാക്ഷേത്രത്തിൽ വെച്ച് നടന്ന സംഭവവികാസങ്ങളായിരുന്നു. രാഹുവിന്റെ ആ ചോദ്യത്തിനൊന്ന് മൂളിക്കൊണ്ട് കയ്യിലെ കള്ളും കുപ്പി അവൻ ചുണ്ടോട് ചേർത്തു. എന്തായാലും ഇതോടെ ആ പരട്ടക്കിളവനും ദേവേന്ദ്രനും രണ്ട് തട്ടിലാവുന്ന എനിക്ക് തോന്നണേ. ഇതും കൂട്ടി രണ്ടാമത്തെ തവണയാ അങ്ങേരവന്റെ ചോറിൽ മണ്ണ് വാരിയിടുന്നത്. അവൻ പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചിരുന്ന ഉണ്ണിയപ്പത്തിന്റെ പൊതി തുറന്നു. ഏയ് അതിന് ചാൻസ് കുറവാ പറഞ്ഞുകൊണ്ട് രുദ്ര അതിൽ നിന്നൊരു ഉണ്ണിയപ്പെടുത്ത് വായിലേക്ക് ഇട്ടു. അതിന് നിനക്ക് അവന് ശരിക്കും അറിയാത്തോണ്ട പോലെ രുദ്ര, കാര്യം ശരി, അങ്ങേരവന് പ്രിയപ്പെട്ട മുത്തപ്പനൊക്കെ ആയിരിക്കും എന്ന് വെച്ചില്ല അവളുണ്ടല്ലോ ആ നീലി, അവൾക്കൊന്നും നൊന്താവനത് സഹിക്കില്ല മോനെ. അവൻ ഏതോ ഓർമ്മയിൽ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ആ അതെ, വായില് നോക്കൊണ്ട് എല്ലാവരെയും ചൊറിയുന്ന പോലെ അവിടേക്ക് കയറി ചെല്ലുമ്പോൾ ഓർക്കണായിരുന്നു. രുദ്രം പറഞ്ഞുകൊണ്ട് ഒരെണ്ണം കൂടി എടുത്ത് വായിലേക്ക് ഇട്ടു. ഓ പിന്നെ എനിക്കതൊക്കെ പുല്ല. രാഹു അവനൊന്ന് പുച്ഛിച്ചുകൊണ്ട് തിരിഞ്ഞു. ഞാൻ മണിയാ. ഓ തുടങ്ങി അവന്റെ അലർച്ച. അവൻ ഇവിടെ തന്നെ ഇരിക്കുന്നത്, പിന്നെ ഈ കോപ്പന് നിന്നിങ്ങനെ തൊള്ളോർക്കുന്നത്. രാഹു ചെവിയിൽ വിരലിട്ട് കറിക്കൊണ്ട് മേഘന നോക്കി പെരുവിറുത്തു. സൊല്ലുങ്ക തമ്പ്ര. അവൻ മേഘനടുത്തേക്ക് വന്നുകൊണ്ട് എളിമയോടെ പറഞ്ഞു. ആ വേളുവിന്റെ മേളൊരു കണ്ണെപ്പോഴും വേണം. അവന് എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ആരെയൊക്കെ കാണുന്നേന്ന് തുടങ്ങി സർവ്വത് നീ ചോർത്തണം. അതിനാ പാതുകിരം തമ്പ്ര. അവൻ അതിനപ്പോൾ തന്നെ മറുപടി നൽകി. ഇതിന്റെ ഇടയിൽ അങ്ങനെയൊന്നും ഉണ്ടല്ലോ അല്ലേ? രാഹു ഓർത്തുകൊണ്ട് പറഞ്ഞു. എന്നാലും ആ കാർന്നൂരി വയസ്സാങ്കാലത്ത് എന്തിനുള്ള പുറപ്പാടാ? ഇങ്ങനെയാണെങ്കിൽ ഒരു ദേവാസുര യുദ്ധം തന്നെ നടക്കുന്ന എല്ലാ ലക്ഷണവും ഞാൻ കാണുന്നുണ്ട്, രുദ്രൻ കാര്യഭാഗത്തിൽ പറഞ്ഞു. എന്നാ നമ്മൾ ദേവന്മാര്, അവരസുരന്മാര്. അത് കേട്ട് രാഹു ചാടിക്കേറി പറഞ്ഞു. അയ്യേ എടാ രാഹു, തന്റെ പേരിൽ തന്നെ അസുരനുണ്ടല്ലോടാ. രുദ്രൻ അവനെ നോക്കിക്കൊണ്ട് കളിയാക്കി പറഞ്ഞു. ഓ നന്നായി പോയി. അങ്ങനെ നോക്കിയതോ ഈ നിൽക്കുന്ന നിന്റെ ചേട്ടനുണ്ടല്ലോടാ, നല്ല ഒന്നാന്തര അസുരൻ. അതിപ്പോ രൂപത്തിലല്ലെങ്കിൽ കൂടി സ്വഭാവത്തിൽ വേണ്ടോളം ഉണ്ടല്ലോ. രാഹു തനിക്കരികിൽ ഒരു കൂസലമില്ലാതിരിക്കുന്നവനെ ഇടങ്കണ്ണാലെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പേര് തന്നെ കേട്ടില്ലേ, മേഘനാഥൻ. ചരിത്രം കണ്ടിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ അസുരന്റെ അതിനേക്കാൾ ശ്രേഷ്ഠനായ പുത്രൻ. രാഹു അവനെ നോക്കി പറഞ്ഞു. കത്തുന്നൊരു നോട്ടമാണ് അതിന് മറുപടിയായി വന്ന്. അല്ല, ഞാനൊരു ഒഴുക്കിലങ്ങ് പറഞ്ഞു പോയതാ. അവന് നോട്ടം കണ്ടതും ഒന്ന് പുറകിലേക്ക് വലിഞ്ഞുകൊണ്ട് രാഹു ഒരു എളിയോടെ പറഞ്ഞു. നീ ഒരുപാടങ്ങ് ഒഴുക്കല്ലേ. മേഘന അവനെ നോക്കി പറഞ്ഞുകൊണ്ട് ഒടുത്തിരുന്ന മുണ്ട് മടക്കി കുത്തി എഴുന്നേറ്റു. എന്ത് നോക്കിക്കട കോപ്പേ, പോയി വണ്ടി എടുക്കടാ.
ഇരുപത്തിരണ്ട് നേരം അവന്റെ അലർച്ച വന്നു. അവൻ വേഗം പൊടി തട്ടി എഴുന്നേറ്റ് വണ്ടി ലക്ഷ്യം വെച്ച് നടന്നു. ഹോ, വായിൽ സ്വർണ്ണക്കണ്ടിക്ക് വരങ്ങിയൊരു സ്പീക്കറാണ് തോന്നുന്നു ഫിറ്റ് ചെയ്ത് കൊടുത്ത്. അവൻ മുറുമുറുത്തുകൊണ്ട് ഒടുത്തിരുന്ന കാവിമുണ്ട മടക്കി കുത്തി വണ്ടി ലക്ഷ്യം വെച്ച് നടന്നു. ഞാൻ ഇറങ്ങാ, ഞാൻ പറഞ്ഞ നീ മറക്കണ്ട, അവന്റെ കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടാവരുത്. അവൻ മണിയെ നോക്കി താക്കിയെന്ന പോലെ പറഞ്ഞുകൊണ്ട് വരമ്പിലൂടെ നടന്നു നീങ്ങി. രാത്രി ഏറെ വൈകിയാണ് ഇന്ദ്രൻ വീട്ടിലേക്ക് എത്തുന്നത്. അവനകത്തേക്ക് കയറിയതും ആദ്യം നോട്ടം പോയി നീലയുടെ മുറിയിലേക്കാണ്. അടഞ്ഞുകിടക്കുന്ന വാതിൽ കണ്ടതും അവൻ ഷർട്ട് ബട്ടൺസ് ഓരോന്ന് അഴിച്ചുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറി. കുളിയും തേവാരവും എല്ലാം കഴിഞ്ഞ് മടങ്ങിയെത്തിയവൻ കാണുന്നത് തന്നെ കാത്തുന്ന പോലെ ഇരിക്കുന്ന സൗദാമിനിയാണ്. അത് കണ്ടതും അവനെ നെറ്റി വിളിഞ്ഞു. ആ, നീ വന്നോ? വാ, ഞാൻ അത്താഴം വിളമ്പിത്തരാം. അവരവനെ കണ്ടതും പറഞ്ഞുകൊണ്ട് വേഗം ഇരുന്നിടത്ത് എഴുന്നേറ്റു. അവരുടെ ആ സംസാരം കേട്ടതും അവന്റെ കണ്ണുകൾ വീണ്ടും അവളുടെ മുറി ലക്ഷ്യം വെച്ച് നീങ്ങി. ആ പെണ്ണിന് വയ്യ, അവള് പുറത്തായി, നീ വാ, ഞാൻ എടുത്തു വെക്കാം. അവരവനോട് പറഞ്ഞുകൊണ്ട് നടക്കാനാഞ്ഞതും വേണ്ട, ഞാനെടുത്ത് കഴിച്ചോളാം. അവൻ അവരോട് പറഞ്ഞുകൊണ്ട് അടുക്കള ലക്ഷ്യം വെച്ച് നടന്നു. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അവളെ തന്റെ അടുത്ത് കാണാറില്ലാത്തതുകൊണ്ട് തന്നെ അവൻ അവർ പറഞ്ഞ കാര്യത്തിൽ സംശയം തോന്നിയില്ല. എന്നാൽ ഈ സമയം ഇന്നേരം അത്രയും അവനൊരാൾക്ക് വേണ്ടി കാതോർത്തിരിക്കുന്നവൾ അവന്റെ വരവറിയാതെ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. മനസ്സിനെ അത്രമേൽ മുറിവേൽപ്പിച്ച ദിവസമായതുകൊണ്ടാവണം ആ മുറിവുകളെ നെഞ്ചിലേറ്റിക്കൊണ്ടവൾ എപ്പോഴോ ഉറക്കം പിടിച്ചെന്നറിയാതെ പോയത്. ഇന്ദ്ര, ഭക്ഷണം കഴിച്ച് തിരികെ മുറിയിലേക്ക് കയറാനൊരുങ്ങുമ്പോഴാണ് ശിവശങ്കരന്റെ വിളി അവൻ അതിൽ നിന്നും തടഞ്ഞ്. എന്താ? അവനെ ആൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. നാളെ നീ അട്ടപ്പാടി വരെ ഒന്ന് പോകണം. അവിടെ നിന്ന് വിളി വന്നിരുന്നു. നീ എത്രയും പെട്ടെന്ന് അവിടേക്ക് ചെല്ലണമെന്നാ പറഞ്ഞ്. അവിടെ കൃഷിയൊക്കെ ആകെ അവതാളത്തിലാണത്രേ. പോരാത്തതിന് കാട്ടാനയുടെ ശല്യം വേറെയും. അതുകൊണ്ട് താമസിയാതെ നാളെ തന്നെ യാത്ര തിരിച്ചേക്ക്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അനന്തം നോക്കിക്കോളൂ. ശിവശങ്കരൻ തമ്പി അവനെ നോക്കി കൗശലം മറച്ചുകൊണ്ട് പറഞ്ഞു. പോവാം. അവനതിന് അലസമായി മറുപടി അറിഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.